റൂം ടൂറെല്ലാം കഴിഞ്ഞ് ലഗേജ് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഉച്ചയായി, ആഫ്റ്റർനൂൺ ലഞ്ചിൻ്റെ ടൈമായി. ബുഫയാണ് ലഞ്ച്. അപ്പോൾ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ബുഫേ സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി സ്പ്രെഡാണ് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം അങ്ങനെ ഫുഡ് കഴിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ കൂടുതലും വെജിറ്റബിൾസും പിന്നെ പ്രോട്ടീനായിട്ടുള്ള ഗ്രിൽഡ് ചിക്കനും ഫിഷും ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഐറ്റംസ്. അപ്പോൾ ഇത് കണ്ടോ, സൂഷി. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തും വരും. ഇഡ്ഡലിയും ദോശയും പോലും ഇത് കഴിഞ്ഞിട്ടേ വരൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ സോസിൽ മുക്കി കഴിക്കുമ്പോണ്ടല്ലോ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാണെന്നറിയോ. അത്ര ഫേവറേറ്റാണ് എനിക്ക് സൂഷി. ഇത് രണ്ട് തരത്തിലുള്ള സൂഷിയാണ്, അസോർട്ടഡ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് സാൽമൺ സൂഷി. ബാക്കി രണ്ടും ഒന്ന് അത് അറിയാമല്ലോ, സീവീഡാണ് അതിൻ്റെ ആ കോട്ടിംഗ് ആയിട്ട് വരുന്നത്. ഇത് സാൽമനാണ്. പിന്നെ ഒന്ന് ക്രാബിൻ്റെ സൂഷിയും ഒന്ന് ചിക്കൻ സൂഷിയായിരുന്നു. പിന്നെ ഒരു സൂഷിക്ക് ഫ്ലേവേഴ്സൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. സൂഷി ഇഷ്ടമായതുകൊണ്ട് ഏത് ഫ്ലേവറും ചിലക. ഈ കാണുന്നത് ചിക്കൻ്റെ ഒരു പോക്കറ്റ് മാതിരിയാണ്. അത് നല്ല അടിപൊളിയായിരുന്നു. ഇത് രണ്ടും മനസ്സിലായല്ലോ, ആളെ മനസ്സിലായല്ലോ അല്ലേ? എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം ചട്നിയിൽ ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ. ഇതെല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചട്നീസും പ്രിപ്പറേഷനും ഒക്കെ ഡിഫറെൻ്റ് ആട്ടോ. നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ ഇങ്ങനെ എണീറ്റ് നിർത്തുന്ന തരത്തിലുള്ള ടേസ്റ്റാണ്. ഇതിലെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇതൊരു തരം ഫ്രൂട്ടാണ്. അതെന്ത് പേര് പറഞ്ഞിരുന്നു, എനിക്കിപ്പോൾ അത് അത്രയ്ക്ക് ഓർമ്മയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ബോർഡും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബീറ്റ്സാണ്. പിന്നെ ഇത് കൂടാതെ ഞാൻ അവിടുത്തെ സ്പ്രെഡ് എന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്സ് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു തരം ചട്നി ആയിരുന്നു. അതിൻ്റെ കൂടെ എഗ്ഗ്, ബീട്രൂട്ടിൻ്റെ കളർ കൊടുത്തിട്ട് ഒരു എഗ്ഗാണ്. അതിൻ്റെ അകത്തുള്ളത് യോക്കല്ല, പകരം പനീർ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ഒറിഗാനോ അങ്ങനത്തെ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് യോക്കിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതെൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു. ഇത് വാട്ടർ മെലോൺ. നമുക്ക് സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് കഴിക്കുന്നത് പോലെ തന്നെയാണ്, എന്നാലും ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ജ്യൂസി ആയിട്ട് നമ്മുടെ ചോക്ലേറ്റ് സോസും പിന്നെ കുറച്ച് പനീരും ചീസും എല്ലാം ഇട്ടിട്ട് ഇതിങ്ങനെ ആ സോസിൽ മുക്കി കഴിക്കുന്ന തരത്തിൽ നല്ലൊരു അടിപൊളി ഡെസേർട്ട് പറയാൻ പറ്റില്ല, നല്ലൊരു ഐറ്റം ആയിരുന്നു അത്. ഈ എഗ്ഗ് കൊണ്ടുള്ള ഈ ഒരു ഡിഷും എനിക്ക് ഭയങ്കര ഫേവറേറ്റായി മാറി. അപ്പോൾ ഇതിലും ഇതുപോലെ ഒറിഗാനോ പോലത്തെ എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ബീട്രൂട്ടിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ നമുക്ക്. ബീട്രൂട്ടിൻ്റെ വാട്ടറിൽ എന്തോ കളറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നല്ലൊരു എഗ് വൈറ്റിൽ ബീട്രൂട്ടിൻ്റെ കളർ കൊടുത്തിട്ട് അതിൻ്റെ യോക്കിൻ്റെ സ്ഥാനത്ത് ഒരു പനീരും വേറെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് യോക്ക് മാതിരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യോക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് എന്നെപ്പോലുള്ള ഫുഡീസിനൊക്കെ പറ്റിയതാണ് ഇങ്ങനെയുള്ള സ്റ്റേയും പിന്നെ ഇങ്ങനെയുള്ള ഈറ്റ്സൊക്കെ. നെക്സ്റ്റ് ഡെസേർട്ട് സെഷൻ, അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് പേസ്ട്രീസ്, കേക്ക്സ്, മൂസ്, പിന്നെ അങ്ങനെ ഒരുപാട് പുഡിങ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അധികം ഞാനങ്ങനെ ഡെസേർട്ട്സൊന്നും ഒരുപാടൊന്നും കഴിക്കാൻ ഞാനിപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും എടുത്ത് കഴിച്ചിട്ടൊന്നുമില്ല. ആകെ കൂടെ ഞാനിതിൽ സെലക്ട് ചെയ്തെടുത്തത് രണ്ട് ഐറ്റം മാത്രമായിരുന്നു. പുഡിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ എഗ്ഗിൻ്റെ നല്ലൊരു മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുഡിങ് അതുകൊണ്ട് എടുത്തില്ല. കാരണം എഗ് സ്മെല്ല് എനിക്ക് പുഡിങ്ങിൽ വരുന്നത് ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഡെസേർട്ട്സ് എല്ലാം എഗ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ക്രീമി കേക്ക്സാണ്. അപ്പോൾ ഐസിങ് ചെയ്തതും പിന്നെ ക്രീം ടോപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല കേക്ക്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല പേസ്ട്രീസ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ലിച്ചീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. അതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടെ കഴിച്ച ഐറ്റം ഇത് രണ്ടും മാത്രം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.